നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളതും കർശനമായിട്ടുള്ളതുമായ നിയമങ്ങളുള്ള രാജ്യമാണ് ഉത്തര കൊറിയ എന്ന്. ഉത്തര കൊറിയയിലെ വിചിത്രമായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ നമ്മൾക്ക് നോക്കാം ഈ വീഡിയോയിലെ കൂടി. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും റെസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നോർത്ത് കൊറിയയിലെ 3 ജനറേഷൻ പണിഷ്മെന്റിനെ കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാം. എന്താണ് 3 ജനറേഷൻ പണിഷ്മെന്റ്? സംഭവം വേറൊന്നുമല്ല, ആരെങ്കിലും അവിടെ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അവരെ മാത്രമല്ല അവരുടെ 3 ജനറേഷനിൽ പെടുന്ന ആളുകളെയും ശിക്ഷിക്കുന്നതാണ്. അതായത് സപ്പോസ് നിങ്ങൾ ഒരു നോർത്ത് കൊറിയൻ സ്വദേശിയാണ് എന്ന് കരുതുക, എന്നിട്ട് നിങ്ങൾ അവിടുന്ന് എന്തെങ്കിലും നിയമവിരുദ്ധമായി ചെയ്താൽ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കളെയും മുത്തശ്ശിയെയും മുത്തശ്ശനെയും അതേപോലെ നിങ്ങളുടെ ഭാര്യ അഥവാ ഭർത്താവിനെയും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ പോലും ശിക്ഷിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾ ഒരു കുറ്റം ചെയ്ത് ഒളിവിൽ പോയാൽ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരെയായിരിക്കും ശിക്ഷിക്കുക. വല്ലാത്ത ജാതി ശിക്ഷ തന്നെ. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വയസ്സായി റിട്ടയർ ആയി ഒന്ന് സമാധാനത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ തല തെറിച്ച പേരക്കുട്ടി ചെയ്ത ഒരു കുറ്റത്തിന് നിങ്ങളെയും ശിക്ഷിക്കുകയാണ്. എന്താ അവസ്ഥ അല്ലേ? 1948 ഈ ശിക്ഷാ രീതി അവിടെ നടപ്പിലാക്കാൻ തുടങ്ങിയത്. ഇന്ന് 2024 ആയിട്ട് പോലും ഇതിന് ഒരു മാറ്റവുമില്ല. അറസ്റ്റ് ചെയ്ത കുറ്റവാളികളെ ക്വാൻ ലീ സോ എന്ന ലേബർ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ കുറ്റവാളികളെ ക്രൂരമായി മർദ്ദിക്കുകയും അതികഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കുന്നതുമാണ്. കുറ്റവാളിയുടെ കുടുംബക്കാർക്കും ഇതേ ശിക്ഷ തന്നെയാണ് ലഭിക്കാനായി പോകുന്നത്. അടുത്തത് നമ്മൾക്ക് നോർത്ത് കൊറിയയിലെ ട്രാഫിക് പോലീസിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലും ട്രാഫിക് പോലീസുകൾ തന്നെയാണ് ട്രാഫിക് നിയന്ത്രിക്കുന്നത്. എന്നാൽ നോർത്ത് കൊറിയയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ട്രാഫിക് പോലീസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് നല്ല സൗന്ദര്യം വേണം. അതായത് സുന്ദരിമാരായ സ്ത്രീകളാണ് നോർത്ത് കൊറിയയിലെ ട്രാഫിക് നിയന്ത്രിക്കുന്നത്. ഇവർ ഇത്രയും സുന്ദരികളായതുകൊണ്ട് തന്നെ ഇവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഫാൻ പേജസ് വരെയുണ്ട്. അതേപോലെ ഇവർക്ക് നല്ല ശമ്പളവും നല്ല ഭക്ഷണവും ചികിത്സയും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഒരു ഉയർന്ന ജോലിയായിട്ടാണ് ട്രാഫിക് പോലീസിനെ കാണുന്നത്. അവിവാഹിതരായ പുരുഷന്മാരാണെങ്കിലോ ഈ ട്രാഫിക് ഓഫീസേഴ്സിനെ വളക്കാൻ പല അടവുകളും പയറ്റും. കാരണം എന്റെ ഭാര്യ ഒരു ട്രാഫിക് പോലീസാണ് എന്ന് പറയാൻ അവർക്ക് ഒരു വെയിറ്റ് തന്നെയാണ്. അടുത്തത് ഹെയർ സ്റ്റൈലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സൗത്ത് കൊറിയയിലെ ആളുകളെ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത ഹെയർ സ്റ്റൈലിലും വ്യത്യസ്ത വസ്ത്രധാരണങ്ങളും ഒക്കെയാണ് അവർക്കുള്ളത്. എന്നാൽ നോർത്ത് കൊറിയയിലെ ആളുകൾക്ക് അവർക്ക് തോന്നുന്ന ഹെയർ സ്റ്റൈൽ ഒന്നും ആക്കാൻ പാടില്ല. ഒരു ബാർബർ ഷോപ്പിൽ പോയാൽ അവിടെ കുറച്ച് ഫോട്ടോസ് കാണും. അത് മാത്രമാണ് രാജ്യത്ത് അനുവദിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽസ്. ഈ സ്റ്റൈലിൽ മാത്രമേ മുടി വെട്ടാൻ പാടുള്ളൂ. പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഈ നിയമം ബാധകമാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും രണ്ട് കൂട്ടരും അനുവദിച്ചിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് മാത്രമേ നോർത്ത് കൊറിയയിലുള്ളൂ. നിയമം ലംഘിച്ച് അവർ അവരുടെ ഇഷ്ടത്തിന് മുടി വെട്ടിയാൽ ചിലപ്പോൾ ശിക്ഷയായി തല വെട്ടുന്നതായിരിക്കാം. ടോട്ടലി 28 ഹെയർ സ്റ്റൈൽസ് മാത്രമേ നോർത്ത് കൊറിയയിൽ ലീഗൽ ആയിട്ടുള്ളൂ. അതായത് സ്ത്രീകൾക്ക് 18 വ്യത്യസ്ത തരത്തിലുള്ള ഹെയർ സ്റ്റൈൽസ് ഉണ്ട്. അതേപോലെ പുരുഷന്മാർക്ക് 10 വ്യത്യസ്ത തരത്തിലുള്ള ഹെയർ സ്റ്റൈലുമാണ് നിലവിൽ നോർത്ത് കൊറിയയിലുള്ളത്. അടുത്തത് K-പോപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായി പോകുന്നത്. ലോകത്തെമ്പാടും ധാരാളം ആരാധകരാണ് കൊറിയൻ പോപ്പ് കൾച്ചറിനുള്ളത്. അതിൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ള ചില ബാൻഡ്സ് ആണ് BTS, ബ്ലാക്ക് പിങ്ക്, പിന്നെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് PSYയുടെ ഗാൻഗ്നം സ്റ്റൈൽ. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. എനിവേസ്, നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തൊട്ടടുത്തുള്ള രാജ്യമാണെങ്കിൽ കൂടി നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ പോലെ അവരും ശത്രുക്കളാണ്. എന്നാൽ നോർത്ത് കൊറിയ ഇങ്ങനെ പല മണ്ടൻ നിയമങ്ങൾ കൊണ്ടുവരുന്ന സമയം സൗത്ത് കൊറിയ ധാരാളം വികസനങ്ങൾ കൊണ്ടുവരികയാണ്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് സൗത്ത് കൊറിയയിലെ പോപ്പ് കൾച്ചർ. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അവർ എല്ലാ വർഷവും ജനറേറ്റ് ചെയ്യുന്നത്. എന്നാൽ നോർത്ത് കൊറിയയിൽ പോയി നിങ്ങൾ BTS ആർമിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവിടുത്തെ ആർമിക്കാരെ നിങ്ങളെ കൊല്ലും. കാരണം K-പോപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യവും നോർത്ത് കൊറിയയിൽ നിരോധിച്ചിട്ടുണ്ട്. K-പോപ്പ് ആർട്ടിസ്റ്റിനെ പോലെ വസ്ത്രങ്ങൾ ധരിക്കുകയോ അവരുടെ പേരിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പാട്ട് വെച്ച് ജസ്റ്റ് ഡാൻസ് ചെയ്താൽ തന്നെ വലിയ ശിക്ഷയാണ് നിങ്ങളെ നോർത്ത് കൊറിയയിൽ കാത്തിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് K-പോപ്പ് കണ്ടതിന് നോർത്ത് കൊറിയയിൽ 7 ആളുകളെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഇത് റിപ്പോർട്ട് ചെയ്തത് മാത്രമാണ്. ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ അവർ കൊന്നിട്ടുണ്ടാവും. എന്തൊക്കെയാണെങ്കിൽ കൂടി നോർത്ത് കൊറിയയിലെ ജനങ്ങളും മനുഷ്യരാണ്. അവർക്കും എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ. അവർ K-പോപ്പ് സോങ്സ് ഒക്കെ കടത്തിക്കൊണ്ട് അവരുടെ രാജ്യത്ത് എത്തിക്കാറുണ്ട്. പക്ഷെ പിടിക്കപ്പെട്ടാൽ എല്ലാം തീർന്നു. ജീവൻ പണയപ്പെടുത്തി വേണം ഒരു പാട്ട് കേൾക്കാൻ. ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അടുത്തത്
K-pop നിരോധിച്ചതുപോലെ തന്നെ വെസ്റ്റേൺ മീഡിയാസും നോർത്ത് കൊറിയയിൽ നിരോധിച്ചിട്ടുണ്ട്. അതായത് സാധാരണ ഹോളിവുഡ് സിനിമകളും മറ്റു സിനിമകളും ഒക്കെ നോർത്ത് കൊറിയയിൽ നിരോധിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം ചില സിനിമകൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉണ്ടാക്കിയതായിരിക്കും. അത് കുട്ടികൾ കാണുന്നത് മൂലം അവർക്ക് നല്ല അറിവുകൾ കിട്ടുന്നതായിരിക്കാം. പക്ഷെ അതൊക്കെ നോർത്ത് കൊറിയയിൽ നിരോധിച്ചതാണ്. എന്നാൽ ചില മാതാപിതാക്കൾ അവരുടെ കുട്ടികൾ അങ്ങനെയുള്ള സിനിമകൾ കാണിച്ചു കൊടുക്കും. എന്നാൽ ചില മാതാപിതാക്കൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് വെസ്റ്റേൺ മീഡിയാസ് കാണിച്ചു കൊടുത്തതിന് മാതാപിതാക്കളെ 6 മാസം വരെ ക്രൂരമായി ശിക്ഷിക്കുന്നതായിരിക്കും. ആ മാതാപിതാക്കളെയല്ലേ കുട്ടികളെ അല്ലല്ലോ എന്ന് കരുതി സമാധാനിക്കാൻ വരട്ടെ, മാതാപിതാക്കളെ 6 മാസം മാത്രമേ ക്രൂരമായി ശിക്ഷിക്കൂ. ആ സിനിമ കണ്ട ബുദ്ധി വളർച്ച പോലും ഇല്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ 5 വർഷം വരെയാണ് തടവ് ശിക്ഷ വിധിക്കുക. അടുത്തത് ഇന്റർനാഷണൽ കോൾസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ മറ്റു രാജ്യത്തുള്ള സുഹൃത്തിനെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അവരെ ഇപ്പോൾ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ കോൾ ചെയ്യാം. എന്നാൽ നോർത്ത് കൊറിയയിലെ ആളുകളുടെ കയ്യിൽ ഫോണുണ്ട്, എന്നാൽ ലോക്കൽ കോൾസ് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ. ഇന്റർനാഷണൽ കോൾസ് നോർത്ത് കൊറിയയിൽ ബാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറം രാജ്യത്തെ ആളുകളുമായി ഒരു കോണ്ടാക്റ്റും വെക്കാൻ സാധിക്കുന്നതല്ല. എന്തൊക്കെയാണെങ്കിൽ കൂടി ചൈനയിൽ നിന്ന് സിം കാർഡും മൊബൈൽ ഫോണൊക്കെ നോർത്ത് കൊറിയയിലെ ആളുകൾ കടത്തി കൊണ്ടുവന്ന് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പിടിക്കപ്പെട്ടാൽ തക്കതായ ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതേപോലെ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവുന്ന സംശയമായിരിക്കും, നോർത്ത് കൊറിയയിലെ വാട്സപ്പ് ഉണ്ടോ, യൂട്യൂബ് ഉണ്ടോ, ഇൻസ്റ്റഗ്രാം ഉണ്ടോ എന്നൊക്കെ. എങ്ങനെയുള്ള ഒരു കുന്ത്രാണ്ടവും അവിടെയില്ല. ചിലപ്പോൾ സോഷ്യൽ മീഡിയ എന്താണ് എന്ന് പോലും അവർക്ക് അറിയുണ്ടാവില്ല. കാരണം നോർത്ത് കൊറിയയിൽ ഇന്റർനെറ്റ് തന്നെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ പേർപ്പസിനായിട്ടൊക്കെ കമ്പ്യൂട്ടർ സ്വന്തമാക്കാം. എന്നാലോ ഇങ്ങനെ കടയിൽ പോയി കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല. സാധാരണ നമ്മൾക്ക് വേണമെങ്കിൽ കാശ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് ഫോണോ ഏത് ലാപ്ടോപ്പോ ഏത് കമ്പ്യൂട്ടറോ നമ്മൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. എന്നാൽ നോർത്ത് കൊറിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങണമെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ എടുക്കേണ്ടതാണ്. പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ കൈവശം വെക്കാൻ പാടുള്ളൂ. കാരണം നോർത്ത് കൊറിയയിൽ കമ്പ്യൂട്ടർ ഒരു അപകടകാരിയായ ആയുധമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ നോർത്ത് കൊറിയയിൽ മുഴുവനായിട്ട് ഇന്റർനെറ്റ് നിരോധിച്ചിട്ടില്ല. വളരെ ചുരുക്കമായിട്ടുള്ള നോർത്ത് കൊറിയയിലെ പ്രശസ്തമായിട്ടുള്ള ഓഫീസുകളിലും യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ ഉണ്ട്. അതേപോലെ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ കയ്യിലും കമ്പ്യൂട്ടറും അതേപോലെ ഇന്റർനെറ്റും ഉണ്ട്. എന്നാൽ അവിടെയും ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത് പോലുള്ള ഇന്റർനെറ്റ് ഒന്നുമല്ല അവിടെ അവർക്ക് ഇപ്പോൾ ഉള്ളത്. പണ്ട് 1994 എങ്ങനെയാണ് സെർച്ച് ബ്രൗസേഴ്സ് ഉണ്ടായത്, അതേ സെയിം സെർച്ച് എൻജിൻസ് ആണ് അവർ ഇപ്പോൾ 2024 ആയിട്ടും ഉപയോഗിക്കുന്നത്. അത്രയും പുറകോട്ടാണ് അവർ. നമ്മളിപ്പോൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ ധാരാളം വെബ്സൈറ്റ്സ് ആണല്ലേ വരുന്നത്. എന്നാൽ BBC-യുടെ ഒരു റിപ്പോർട്ട് പ്രകാരം നോർത്ത് കൊറിയയിലെ ആകെയുള്ളത് 30 വെബ്സൈറ്റ്സ് മാത്രമാണ്. അടുത്തത് ജീൻസിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ പുറത്തു പോയി നോക്കിയാൽ ഒരു 10ൽ 5 പേരും ജീൻസ് പാൻസ് ആയിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. സ്ത്രീകളും പുരുഷന്മാരും ജീൻസ് ധരിക്കാറുണ്ടല്ലേ. എന്നാൽ സുഹൃത്തുക്കളെ, നോർത്ത് കൊറിയയിൽ ജീൻസ് ധരിക്കുന്നത് ഒരു രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. കിം ജോങ് ഉൻ അണ്ണൻ പറയുന്നത് ജീൻസ് ധരിക്കുന്നതൊക്കെ അമേരിക്കൻ കൾച്ചറാണ്, അങ്ങനെയുള്ള കൾച്ചർ ഒന്നും നമ്മുടെ ജനങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ ജീൻസ് തന്നെ നിരോധിക്കുകയാണ്. ജീൻസ് മാത്രമല്ല, വെസ്റ്റേൺ ആളുകൾ കൂടുതലും ധരിക്കുന്ന ഷർട്ട്സ്, സ്കേർട്സ്, സ്വീറ്റ്സ് എല്ലാം അവിടെ ബാൻഡ് ആണ്. നമ്മൾ സൗത്ത് ഇന്ത്യയിൽ സാരി ഒക്കെ ഉള്ളതുപോലെ അവരുടെ സ്ത്രീകളുടെ ഒരു ട്രഡീഷണൽ വസ്ത്രമാണ് ഹാൻഡ് ബോക്സ്. പിന്നെ ഗൈസ്, നമ്മൾ നേരത്തെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഗവൺമെന്റ് ലീഗൽ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ നമ്മൾ മുടി വെട്ടി ആ മുടി നമ്മൾക്ക് കളർ ചെയ്യാൻ പറ്റുമോ എന്ന്? ഒരിക്കലും പറ്റില്ല. നിങ്ങളുടെ ജന്മനയുള്ള ഹെയർ കളർ ഏതാണോ ആ ഒരു മുടി വെച്ച് നിങ്ങൾ നടന്നോളാം. വേറെ കളർ അടിച്ചാൽ അതിനും നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. അത് ഇല്ലീഗലാണ്. സോ നോർത്ത് കൊറിയയിലെ വളരെ കുറച്ച് വിചിത്രമായിട്ടുള്ള നിയമങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾക്ക് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.